എന്താ ചേ എന്തു പറ്റി? ആദ്യ രാത്രി ബെഡ്റൂമിൽ ഭ്രാന്തി പിടിച്ചവനെ പോലെയുള്ള എൻ്റെ നടപ്പുണ്ട് അവൾ ആകാംക്ഷയോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല. ഇത് ആരോ കുറേ നേരമായിട്ട് കിടന്ന് വിളിക്കുന്നുണ്ടല്ലോ, ആ കോൾ എടുക്ക്. ഡി അത് എന്നതാ ചേ, കാര്യം പറ. അത് പിന്നെ ആ വിളിക്കുന്ന അവളാ, എന്നെ തേച്ചിട്ട് പോയവള്. അവളോ? അവളെന്തിനാ ഈ സമയത്ത് കിടന്ന് ഇങ്ങനെ വിളിക്കുന്നത്? അത് പിന്നെ അവൾക്ക് ഞാനല്ലാതെ ജീവിക്കാൻ പറ്റില്ലത്രേ. ആത്മഹത്യ ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞു കുറച്ച് നേരമായി വിളി തുടങ്ങിയിട്ട്. ഓ, അതവൾ ചുമ്മാ പറയുന്ന വിശ. അല്ലടി, അവൾ സംസാരിക്കിട്ട് അവൾ സീരിയസ് ആണെന്നാണ് തോന്നുന്നു. ഓഹോ, എങ്കിൽ ഞാൻ സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞവൾ വീണ്ടും കോൾ വന്നപ്പോഴേക്കും സംസാരിച്ചു തുടങ്ങി. അല്പസമയം കഴിഞ്ഞതും അവൾ കോൾ കട്ട് ചെയ്തു. അവളുടെ മുഖമാകെ വാടിയിരുന്നു. എന്താടി ആളെന്ന് പറഞ്ഞു? ഈ ചൈനയില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്, എന്നോട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിത്തരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇത് തമാശയില്ല, അവൾ സീരിയസാ. ആണെങ്കിൽ ഇപ്പം എന്താ, അവൾ തേച്ചിട്ട് പോയതല്ലേ, ഇനി അവൾ പറയുന്നത് ഇച്ചാൻ കേൾക്കാൻ നിൽക്കണ്ട. ആ നമ്പർ വേഗം ബ്ലോക്ക് ചെയ്യേ. എന്നാലും എനിക്കെന്തോ പേടി പോലെ, അവളെന്തെങ്കിലും അബദ്ധം കാണിച്ചാലോ? ഓഹോ, അപ്പോൾ ഇനി ഇച്ചാൻ അവളെ കെട്ടാൻ പോവാണോ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതല്ല പിന്നെ വേറെന്താ വഴി? അത് കേട്ടത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഓഹോ, അപ്പോൾ പിന്നെ നിങ്ങൾ എൻ്റെ കഴുത്തിൽ കെട്ടി താലി ഞാൻ പൊട്ടിച്ചെറിയണോ? നീ ഇങ്ങനെയൊക്കെ പറയില്ലേ, എനിക്ക് അവൾ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ ഒരിക്കൽ ഞാൻ സ്നേഹിച്ച പെണ്ണാണ് അവൾ. അത് കേട്ടവൾ ഒരു നിമിഷം എന്നെ ദയനീയ ഭാവത്തോടെ നോക്കി. അടുത്തത് അവളുടെ പൊട്ടിക്കരച്ചിലായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ കണക്കൂട്ടലിൽ തെറ്റിച്ചുകൊണ്ട് അവൾ ദേഷ്യത്തോടെ എൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. പിന്നെ അവിടെ ഒരു ഭൂകമ്പം തന്നെ അരങ്ങേറി. ഒരുമാതിരി ഇന്ത്യക്കാരനെ കയ്യിൽ കിട്ടിയ പാകിസ്ഥാൻ തീവ്രവാദികളെ പോലെ ഒരു മയവില്ലാത്ത പോലെ അവൾ തകർത്ത് വാരി. ശബ്ദം കേട്ടു വന്ന അമ്മയും ബന്ധുക്കളും കൂടി വാതിൽ മുട്ടി വിളിച്ച് തുറപ്പിച്ചുകൊണ്ട് ജീവൻ മിച്ചം കിട്ടിയെന്ന് പറയാം. എന്താ മോളെ, എന്താ പ്രശ്നം? അമ്മേൻ്റെ മോനോട് തന്നെ ചോദിക്കും. അങ്ങേർക്ക് ഇപ്പോൾ പഴയ കാമുകിയോടൊപ്പം ജീവിക്കണമെന്നാ പറയുന്നത്. ഈ കൊച്ചു പറയുന്ന നേരാണോടാ എന്ന് പറഞ്ഞ അമ്മേൻ്റെ നിനക്ക് ദേഷ്യപ്പെട്ടു. എൻ്റെ പൊന്നമ്മേ, എല്ലാം വെറുതെയാ. ഇവളൊന്ന് പറ്റിക്കാൻ ഒരു വെറുതെ ഒരു തമാശ ഒപ്പിച്ചാ അവൾ കയറിയത് സീരിയസ് ആയി. പിന്നെ തമാശ, നിങ്ങൾ കൂടുതൽ ഉരുണ്ടളിക്കാൻ നിൽക്കണ്ട, ഞാൻ അവളോട് സംസാരിച്ചതാ. ഡി അതിൻ്റെ കൂട്ടുകാരൻ സുമേഷാ, അവൻ പെണ്ണിൻ്റെ സൗണ്ട് അനുകരിച്ചതാ. നിങ്ങൾ ഇനി വെറുതെ ഓരോ കള്ളം പറഞ്ഞ പുണ്യാളാവാൻ വിചാരിക്കേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ ഇനി അവിടെ കൂടെ തന്നെ ജീവിച്ചോ, ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ പോവാ. എൻ്റെ മോളെ, നീ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കില്ലേ? അവൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് ആദ്യം അറിയട്ടെ എന്ന് അമ്മ കയറി പറഞ്ഞു. ഒരു മിനിറ്റ് അമ്മേ, ഞാൻ സുമേഷിനെ ഇപ്പോൾ വിളിച്ച് സ്പീക്കറിലിടാം, നിങ്ങൾ കേട്ട് നോക്ക് എന്നും പറഞ്ഞ് ആ നമ്പറിൽ കോൾ ചെയ്തു. ഇച്ചായ, നിങ്ങൾ എന്ത് തീരുമാനിച്ചു? നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ? നാളെ ഞാൻ വിളിക്കും എന്നും പറഞ്ഞുള്ള പെണ്ണിൻ്റെ ശബ്ദം കോൾ എടുത്ത സ്പീക്കറിൽ നിന്ന് മുഴങ്ങി കേട്ടു. അളിയാ സുമേഷ്, മതിയാണ് നിന്റെ അഭിനയം, എല്ലാം പൊളിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു തീരും മുമ്പ് എന്നെ കോള് കട്ടായി. വീണ്ടും വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. അതോടെ എല്ലാവരും രൂക്ഷമായി എന്നെ നോക്കി. നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. അവൻ്റെ വീട്ടിലേക്ക് പോയി സത്യം തെളിയിക്കാമെന്ന് വെച്ചാൽ ഇവിടുന്ന് അരമണിക്കൂർ കൂടുതൽ യാത്രയുണ്ട്. ഈ രാത്രി ഇനി ഇറങ്ങിയ ഈ കാര്യം നാട്ടിലിറങ്ങി നാണക്കേടായെന്ന് വരും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുറിവുറുപ്പ് കേട്ടുകൊണ്ട് ഒരുവിധം ഞാൻ നേരം വിളിപ്പിച്ചു. രാവിലെ തന്നെ ഞാൻ അവനെ വിളിച്ചു നോക്കി. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, തെണ്ടി കോൾ എടുക്കുന്നില്ല. ഞാനാകെ ടെൻഷനായി. സമയം പോയിക്കൊണ്ടിരുന്നു. അവൾ ബാഗും തൂക്കി ഇറങ്ങാനായി റെഡിയായി. എൻ്റെ ഭാഗ്യത്തിന് അപ്പോഴേക്കും അവൻ ബൈക്കിൽ അവിടേക്ക് വന്നു. ചെറിയൊരു മൂളിപ്പാട്ടും പാടി ഒരു ഇളിഞ്ഞ ചിരിയുമായി അവൻ്റെ മുമ്പിൽ വന്ന് നിന്നു. അളിയാ, രാവിലെ തന്നെ എഴുന്നേറ്റോ? ഇതെന്താടാ മുഖത്തൊക്കെ പാടുകൾ? അവള് നിന്നെ റേപ്പ് ചെയ്തോടാ എന്നും ചോദിച്ചാൽ അവൻ പൊട്ടിച്ചിരിച്ചതും എൻ്റെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു പൊങ്ങി. അല്ലളിയാ, ഇന്നലെ തന്നെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യ രാത്രി ആണെങ്കിൽ വിചാരിച്ച പോലെ തന്നെ കളറായില്ലേ? അതാണ് ഞാൻ ക്വാർട്ടർ പറഞ്ഞിട്ടൊരു ഫുള്ളിൻ്റെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. വാങ്ങി തന്നേക്കണം. ഓ തരാടാ, ഫുള്ളല്ല, ലിറ്റർ തന്നെ വാങ്ങിത്തരാം. നിന്റെ അമ്മൂമ്മയുടെ കളറാക്കല് എൻ്റെ കുടുംബം കലങ്ങിയടാ തെണ്ടി എന്നും പറഞ്ഞ് ഞാൻ അവൻ്റെ നേരെ ചെന്നു. അപ്പോഴേക്കും ബാഗും തൂക്കി അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നാലെ എൻ്റെ വീട്ടുകാരും. ഇതെന്താടാ, എന്ത് പ്രശ്നം? പ്രശ്നം നീ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ മൊബൈൽ ഇതിനോട് ഓഫാക്കിയേ? എടാ ഓഫാക്കിയതല്ലോ, ഓഫായതാ. എന്താടാ, എന്തു പറ്റി? കാര്യം പറ. ടാ തെണ്ടി, ഇന്നലെ പെണ്ണിൻ്റെ സൗണ്ടിൽ എന്നെ വിളിച്ച നീയാണെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്ക്. അവൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുവാ. അപ്പം നീ ഇന്നലെ സത്യം പറഞ്ഞില്ലേ? പറയാനുള്ള സമയം അവൾ തരേണ്ടടാ. പറയുമ്പോൾ എന്നെ പൂരം കൊടിയേറിയിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇവരോടൊക്കെ പറഞ്ഞപ്പോൾ ആരും എന്നെ വിശ്വസിച്ചില്ല. പിന്നെ നിന്നെ വിളിച്ചപ്പോൾ നിന്റെ വക ഒട്ടുക്കത്ത ഓവർ ആക്ടിങ്. അതോടെ എല്ലാം കൊളായി. ഇനി നീ തന്നെ എല്ലാവരും തുറന്നു പറ. ഓക്കെ അടിയാ, ഞാൻ എല്ലാം ശരിയായി തരാം എന്നും പറഞ്ഞ് ഞാൻ അവിടെ മുമ്പിലേക്ക് എന്നു. പെങ്ങളെ, വെറുതെ അവനെ തെറ്റിദ്ധരിക്കണ്ട. ഇന്നലെ രാത്രി വിളിച്ച ഞാൻ അല്ലാതെ അവൻ്റെ പഴയ കാമിക്കുന്നില്ല. സംശയം ആ നമ്പറിലേക്ക് ഇപ്പോൾ വിളിക്കുക. കുടുംബം തകർക്കാനായിട്ട് ഓരോരുത്തന്മാർ വന്നോളൂ. ഇനി മേലാ നിന്നെ ഇവിടെ കണ്ടുപോരുത് എന്ന് പറഞ്ഞ് അപ്പോഴേക്കും അമ്മാവൻ്റെ നേരെ ദേഷ്യപ്പെട്ടു. എൻ്റെ അമ്മ ഇതൊന്നും ഞാൻ ഒപ്പിച്ച പണിയില്ല. അമ്മയുടെ ഈ നിൽക്കണ മോൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. കെട്ടിയോളൊന്ന് ടെൻഷനാക്കി രാത്രി ഡ്രാമ കളിച്ച് ആദ്യ രാത്രി ഒന്ന് കളറാക്കണം, വെറൈറ്റി വേണമെന്നൊക്കെ എന്നോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞ ഇവനാ. ഞാൻ അപ്പോഴേ പറഞ്ഞാ ഇതൊന്നും വേണ്ടാന്ന്. കേൾക്കണ്ടേ? ഇതൊക്കെ തീക്കളിയാവുന്നു, കേൾക്കണ്ടേ?
അന്നേരവും പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാക്കാൻ ഞാൻ നോക്കിക്കോളാം, ധൈര്യമായിട്ട് കൂടെ നിന്നാൽ മതിയെന്ന്. പിന്നെ ഇതിൻ്റെ ഒരു ക്വാർട്ടർ കൂടി ഓഫർ ചെയ്തപ്പോൾ ഞാനതിൽ വീണുപോയതാ, അല്ലാതെ എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നുകൂടെ സുമേഷ് പറഞ്ഞു നിർത്തിയും പിശാശി കുരിശ് കണ്ട പോലെ അവളടക്കം എല്ലാവരും എന്നെ കലിപ്പിച്ച് നോക്കി. പിന്നെ ഒന്നും നോക്കിയില്ല. അടുത്ത പൂരം നടക്കും മുമ്പേ ഞാൻ ഓടി, പിന്നാലെ അവനും. അങ്ങനെ ആദ്യ രാത്രി ഒന്ന് കളറാക്കാൻ നോക്കിയതിൻ്റെ പേരിൽ എനിക്ക് പിന്നെ 2 രാത്രി തന്നെ വീട്ടിൽ കയറാൻ പറ്റിയില്ല. എന്തായാലും പിന്നെ അവളെ പറഞ്ഞു സോപ്പിട്ട് എല്ലാ പ്രശ്നവും കൊടുക്കും ഞാൻ സോൾവ് ചെയ്തു. അങ്ങനെ അന്ന് പാളിപ്പോയ ആദ്യ രാത്രി വീണ്ടും കളറൊന്നുമില്ലാതെ ഒരുക്കി മുറിയിൽ അവിടെ വരവിനായി ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. പെട്ടെന്നാണ് എൻ്റെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടത്. ഫോൺ എടുത്ത് നോക്കിയ സ്ക്രീനിൽ കണ്ട നമ്പർ കണ്ട് ഞാൻ ഞെട്ടി. തേപ്പുകാരി കോളി. ഈ പിശാചി എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമ്പോഴേക്കും പുഞ്ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് അവളും വന്നു. അതോടെ ഞാൻ അടിമുടി ആകെ ഒന്ന് വിറച്ചു പോയി. മനസ്സിൽ എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് ഭിത്തിയിലേക്ക് നോക്കി എൻ്റെ കണ്ണുകൾ പതിഞ്ഞ് കുരിശിൽ ചോര വാർന്ന് കിടക്കുന്ന ഈശോയുടെ പടത്തിലായിരുന്നു.